ഇന്ന് നമുക്കൊരു വീഡിയോ ചെയ്ത് നോക്കാം കേട്ടോ. അതായത് ഈ ഹെയർ ഉണ്ടല്ലോ, നമ്മുടെ ഹെയർ ചില സമയത്ത് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഇങ്ങനെ ഒതുക്കി കെട്ടി വെച്ച് കഴിയുമ്പോഴത്തേനും ഈ ഒരു പോർഷനൊക്കെ ഇങ്ങനെ പതുങ്ങി കിടക്കും. ഒത്തിരി ഹെയർ ഉള്ളവർക്കല്ല, ഹെയർ ഭയങ്കര തിന്നായിട്ടുള്ളവർക്ക്. അപ്പം അത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഞാനായിട്ട് കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക. കാരണം ഉള്ളിൽ നിന്ന് ഒന്നും ചെയ്യണ്ട കേട്ടോ. അതായത് ചിലരിങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഈരി വയ്ക്കുന്നുണ്ടല്ലേ, ഈ നമ്മൾ എന്താണ് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് ഇത് ഇതിനെ ഇങ്ങനെ അങ്ങോട്ട് വെക്കണം. എന്നിട്ട് ഇത് ഇതുപോലൊരു എന്താ സ്പ്രേ, ഓക്കെ. ഇത് നമ്മളിങ്ങനെ മുടിയിൽ അടിച്ചു കഴിഞ്ഞാൽ മുടി വടി പോലെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം, ഓക്കെ. ഇത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് അതവിടെ ഇരിക്കട്ടെ. ഇത് നമ്മൾ ഇപ്പുറത്തെ സൈഡും കൂടി ഇത് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്ത ശേഷം അതിലെന്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു ഉണക്ക ലുക്കായിരിക്കും, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഈ ഒരു സാധനം ഞാൻ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം മുടി ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് അടിച്ചു കൊടുത്തിട്ട് എന്താ ചെയ്യുക, അടിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര വൃത്തികേടായി, ഇങ്ങനെ പൊങ്ങിയിട്ട് നിന്നു. അപ്പോൾ അതെനിക്ക് നേരെ ആക്കണമായിരുന്നു. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും ഞാൻ അതിനെ എന്ത് ചെയ്തു, ഈരി ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഒന്നും കൂടി റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നല്ലോണം ഒതുക്കി അതിനെ വൃത്തിയിൽ ഈരിയെടുത്തു. അപ്പോഴുണ്ടാ നമ്മളെ മുടി ഭയങ്കര രസമായിട്ടിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യും. ആദ്യം ഇത് അടിക്കും, എന്നിട്ട് അതിനെ പതുക്കെ ചീകി ഇങ്ങനെ നേരെ ഒതുക്കി വയ്ക്കും. അപ്പോൾ ഈ ഇത് അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ചീകി എടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം വലിച്ചിങ്ങനെ ചെയ്യാൻ പാടില്ല. പയ്യെ ഉടക്കെടുക്കുന്ന പോലെ വേണം. കാരണം അത് ഭയങ്കരമായിട്ട് നല്ല എന്താ പറയുക, സ്ട്രോങ് ആയിട്ടിരിക്കും. മുടി ഇങ്ങോട്ട് വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചീപ്പോണ്ട് ഒറ്റ ചീവൽ ചീവിയാലും മുടി ഇതിൽ ഉടക്കിയിട്ട് പൊട്ടിപ്പോവും. അപ്പം നമുക്കിപ്പോൾ ഒന്ന് നോക്കാം കേട്ടോ, ആയിട്ടുണ്ടോ എന്നറിയത്തില്ല. ഇത് കണ്ടോ, ജസ്റ്റ് ഇത് ഇതിനെ ഇതിങ്ങനെ വേണ്ട ഇങ്ങനെ അങ്ങോട്ട് ഈരിക്കഴിഞ്ഞാൽ അതൊക്കെ ഇരണം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് അടിച്ച വെള്ളമുണ്ട, പക്ഷെ നല്ലോണം അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാ ഇങ്ങനെ ഈരിയാൽ ഈ സാധനം ഉണ്ടല്ലോ, ഇനി നമ്മൾ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ ആയിന്ന് വെച്ചാലും ഇനി ഇത് അനങ്ങാൻ പോകുന്നില്ല, ഇങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, ഈ ഭാഗം ഇങ്ങനെ തന്നെ നിൽക്കും. അല്ലെങ്കിൽ മുടി കുറവുള്ളവർക്ക് എന്താ പറയുക, ഇങ്ങനെ പതുങ്ങി ഇങ്ങനെ വരും. അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ ടെക്നിക്ക്. ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.